അങ്ങനെ സർക്കാർ ഉദ്യോഗം നേടിയ ഋഷി അടുത്ത ആലോചന കല്യാണത്തെക്കുറിച്ചായിരുന്നു. ജീവിതത്തിൽ ഒരു പങ്കാളി വേണം എന്നതിലുപരി റഷീദിൻ്റെ നോട്ടം സ്ത്രീദിനത്തിലായിരുന്നു. സർക്കാർ ജോലിയെ കാരണമാക്കിക്കൊണ്ട് തന്നെ തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും സാമ്പത്തികം നേടാവുന്ന ഒരു കല്യാണമാണ് അത്തുറഷി മനസ്സിൽ കണക്കാക്കിയത്. അന്ന് ഗൾഫിൽ പോകുന്നവർക്ക് കല്യാണ മാർക്കറ്റിൽ ഡിമാൻഡില്ല. കാരണം അവർ ഭാര്യയെ ഉപേക്ഷിച്ച് തൽക്കാലത്തേക്കെങ്കിലും ഗൾഫിൽ പോകുമല്ലോ. മകളെ താൻ നോക്കേണ്ടി വരും. പ്രസവം ഉൾപ്പെടെയൊക്കെ പെണ്ണിൻ്റെ പിതാവ് നോക്കേണ്ടി വരും. കച്ചവടക്കാർക്കാണെങ്കിൽ എപ്പോഴാണ് ഉയർച്ച താഴ്ച ഉണ്ടാകുക എന്ന് പറയാനാവില്ല. ചിലപ്പോൾ ബിരിയാണി ആയിരിക്കും, ചിലപ്പോൾ കഞ്ഞി ആയിരിക്കും. അതുകൊണ്ട് എന്നും ദോശ കഴിക്കാവുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയാണ്. കഞ്ഞി കുടിച്ച് കിടക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കല്യാണ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു കാലഘട്ടത്തിലാണ് അത്തുറഷി കല്യാണത്തെക്കുറിച്ച് മനസ്സുകൊണ്ട് ആലോചിക്കുന്നത്. അത്തുറഷി ജലസേചന വകുപ്പിൻ്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ജലസേചന വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായിരുന്നു. മുസ്ലിം എന്ന് കേട്ടുകഴിഞ്ഞാൽ അത്തുറഷി സർവ്വതും മറക്കും. ഗോത്രസ്നേഹം എന്ന് പറയുന്നത് അത്തുറഷിയുടെ രക്തത്തിൽ ഊന്നിയതാണ്. ഹാജി മസ്താനെ വരെ അത് ഹാജി എന്ന പേരുള്ളത് കൊണ്ട് വലിയ ആരാധനയോടുകൂടിയാണ് അത്തുറഷി നോക്കിക്കാണുന്നത്. കൊലപാതകിയായാലും പിടിച്ചുപറിക്കാരനായാലും രാജ്യത്തെ ബോംബിട്ട് കൊല്ലുന്നവനാണെങ്കിൽ പോലും മുസ്ലിമാണോ അത്തുറഷിക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. മുസ്ലിം ലീഗ് മന്ത്രി ആയതുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിലൊക്കെ കയറി ഇറങ്ങി ചങ്ങാത്തമൊക്കെ സ്ഥാപിച്ച്, ചങ്ങാത്തം സ്ഥാപിക്കാൻ വല്ലാത്ത കഴിവാണ്. ഒരിക്കൽ സംസാരം കൊടുത്താൽ മതി, അതിൽ പിടിച്ചു കയറി ചങ്ങാത്തത്തിൻ്റെ അങ്ങേയറ്റം വരെ കൊണ്ടുപോകാൻ കൗശലത നിറഞ്ഞ ആളാണ്. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങി അവിടുത്തെ ആളുകളെയൊക്കെ പരിചയപ്പെട്ട് ജലസേചന വകുപ്പിലെ ട്രാൻസ്ഫറും മറ്റുമൊക്കെ കാശിനായിട്ടും പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പരുവം വരെ വന്നപ്പോൾ മുസ്ലിം ലീഗിൽ അറിയപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ ജലസേചന വകുപ്പിലെ സംഘടന രൂപീകരിക്കാനും മുൻകൈയെടുത്തു. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ. അങ്ങനെ ലീഗിന് ഒരു ഇഷ്ടമുള്ള ആളായതുകൊണ്ട് കണിയാപുരം സാലി എന്നൊരു ആൾ, മുസ്ലിം ലീഗുകാരൻ, അവിടുത്തെ നേതാവാണ്. ഇയാളെ ശ്രദ്ധിക്കേണ്ടി വന്നു. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, സമുദായ സ്നേഹമാണെങ്കിൽ അങ്ങേയറ്റമുണ്ട്, എന്തുകൊണ്ടും പരമയോഗ്യൻ. ഇയാൾക്ക് വേണ്ടി അയാളുടെ ബന്ധുവായ ഒരു കുട്ടിയെ ആലോചിച്ചു. റഷീദിനോട് ചോദിച്ചു. റഷീദ് പറഞ്ഞു വീട്ടിൽ വരണം, നമുക്ക് ആലോചിക്കാം. തീയതി നിശ്ചയിച്ചു. ഒരു ദിവസം രാവിലെ കണിയാപുരം സാലി സംബന്ധ ആലോചനയുമായി. ആ കുട്ടിക്ക് പിതാവില്ല, മാതാവ് മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളൊക്കെ ചെറുപ്രായത്തിലുള്ള ആളുകളാണ്. ഇയാളാണ് അവിടുത്തെ കാര്യങ്ങൾ ബന്ധുവായി നോക്കി നടത്തുന്നത്. കണിയാപുരം സാലി വരുന്നതിന് തൊട്ട് തലേ ദിവസം അത്തുറഷി ജ്യേഷ്ഠനോട് വിളിച്ചു പറഞ്ഞു, നാളെ കണിയാപുരം സാലി വരുമ്പോൾ പെണ്ണിന് എന്തു കൊടുക്കുമെന്ന് ചോദിക്കുകയും പറയുന്നതിനെ ഇരട്ടി ചോദിക്കുകയും വേണം. ഈ ജ്യേഷ്ഠന് റഷീദിന് ജോലി കിട്ടിയത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇവനെന്നും തെണ്ടി നടക്കാനാണ് അയാളുടെ മോഹവും ഇഷ്ടവും. തന്നിൽ താഴെ നിൽക്കാം, തന്നോട് വീണുകേണ അപേക്ഷിച്ച് ചായക്ക് പൈസ വാങ്ങിച്ച് പോകുന്ന ഒരു അനിയനാണ്. ഇതിപ്പോൾ അല്പസ്വല്പം സ്വാധീനമൊക്കെ ഉള്ള ഒരു നേതാവിൻ്റെ മട്ടിലേക്ക് റഷീദ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അസൂയ മൂത്ത് നിൽക്കുന്ന കാക്ക കണിയാപുരം സാലി വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. ഒന്ന് സംസാരം വന്നു. അത്തുറഷിക്ക് നേരിട്ട് തന്നെ കാര്യത്തോട് സംസാരിക്കേണ്ടി വന്നു. നിങ്ങൾ എന്ത് കൊടുക്കും? സാലി പറഞ്ഞു, കല്യാണ ചെലവിനും
മുൻപണവുമായിട്ട് കുറച്ച് പൈസ, ഒരു 2 ലക്ഷം രൂപ തരാം. മാത്രമല്ല ആ കുട്ടിയുടെ പേരിൽ 22 സെൻറ്റ് കട്ടയ്ക്കാലുണ്ട്. ഈ കട്ടയ്ക്കാലെന്ന് വെച്ചാൽ തെങ്ങും തോപ്പും നടത്തും. റഷീദ് പറഞ്ഞു അത് പോരാ, കൂടുതൽ വേണം. കണിയാവരം സാലി പറഞ്ഞു നീ ഒരു മുസ്ലിം അല്ലേടേ, നമ്മുടെ ഇടയിൽ മുസ്ലിമിൻ്റെ നിയമപ്രകാരം ഇത് നിഷിദ്ധമല്ലേ, ഹറാമല്ലേ, ഇതൊക്കെ മന്ത്രി ഇറങ്ങിയാൽ വളരെ മോശമാണ് കേട്ടോ എന്നൊക്കെ കണിയാവരം സാലി നേതാവിൻ്റെ ആ തനത് ശൈലി ഒന്ന് വരട്ടി റഷീദ് ചെറുതായിട്ടൊന്ന് വരണ്ടു. ഇത് മന്ത്രിയൊക്കെ അറിയുമോ, പേരുദോഷം വരുമോ? അതുകൊണ്ട് മറ്റൊരു നിർദ്ദേശം വെച്ചു. എനിക്ക് 22 സെൻറ്റ് കട്ടയ്ക്കാൽ വേണ്ട, 2 ലക്ഷം രൂപ വേണം, ഒരു റേഡോ വാച്ച്. 22 സ്ഥലം വിറ്റ് അതിൻ്റെ രൊക്കം കാശ് കല്യാണത്തിന് മുമ്പ് എനിക്ക് തരണം എന്ന് മാത്രമല്ല ഒരു വാക്ക് കൂടെ ചേർത്ത് വെച്ചു. ഇതല്ലെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കേണ്ട, ആഹാരം കഴിച്ച് പിരിയാം. ഈ വരട്ടിൽ സാലി വീണുപോയി. സാലി പറഞ്ഞു ശരി, സമ്മതിച്ചു. ആ സ്ഥലം വിൽക്കുന്ന കാര്യം ഞാൻ അവർ വീട്ടുകാരോടൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബന്ധപ്പെടണ്ട, അന്ന് ടെലിഫോണൊന്നുമില്ല, ഉണ്ടെങ്കിൽ വരിക പറയുക, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. അങ്ങനെ കല്യാണം നടന്നു. 22 സെൻറ്റ് സ്ഥലം വിറ്റ് രൊക്കം കാശ് അബ്ദുൾ റഷിയെ കല്യാണത്തിന് മുമ്പ് തന്നെ ഏൽപ്പിക്കുകയാണ്. 2 ലക്ഷം രൂപ മുൻകൂർ കല്യാണ ചിലവിന് വേണ്ടിയുള്ള പണം. കല്യാണത്തിന് മുമ്പായിട്ട് മധുരയിൽ പോയി ഒരു കട്ടിൽ എല്ലാം വാങ്ങിക്കണമെങ്കിൽ മധുരയിൽ പോകും, മുടി വെട്ടാൻ തിരുനെൽവേലിയിൽ പോകും, അതിൻ്റെ കഥ പിന്നെ പറയാം. വാങ്ങിച്ച് ഒരു കാറ് പിടിച്ച് അഗ്രികൾച്ചർ കോളേജിൽ പോയി വീട്ടിൻ്റെ മുമ്പിൽ വെക്കാനായിട്ട് കുറേ ചെടിയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ കല്യാണം പൊടി പൊടിച്ചു. കാര്യം 2 ലക്ഷം രൂപ കയ്യിലുണ്ടല്ലോ, ഏത് കാശ് കിട്ടിയാലും അത് ചിലവാക്കി തീർക്കുക. അത് ഏത് കാശായാലും ശരി. ഇപ്പോൾ സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കേണ്ട കാശാണെങ്കിൽ പോലും റഷീദിൻ്റെ സ്വഭാവം അനുസരിച്ച് അവരാരും ഏൽപ്പിക്കാറില്ല. ഏൽപ്പിച്ചാൽ അത് മുങ്ങും, പിന്നെ ഏൽപ്പിച്ചവൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആരും ഏൽപ്പിക്കാറില്ല. അങ്ങനെ ഇപ്പോൾ റഷീദിൻ്റെ പ്ലാന് കാർ എടുക്കണം. അതിന് റഷീദിൻ്റെ തൊട്ട് അയൽവാസിയായ ഒരു പുട്ട്, അയാളുടെ പേര് പുട്ടെന്നാണ്. കാരണം അയാൾ പുട്ട് മാത്രമേ കഴിക്കൂ, പുട്ടും പഞ്ചസാര, അതാണ്. പഴമുണ്ടെങ്കിൽ കെങ്കേവം, ഇതൊന്നുമില്ലെങ്കിലും അല്പം പുളി, ഒരു 4-5 നുള്ള് വെളിച്ചെണ്ണ തുള്ളി, പിന്നെ ഒരു മുളക്, പച്ചമുളക്, ചുവന്ന മുളക് ഉള്ളത് ഇട്ട് നവിടി പുട്ടിൽ ഒഴിച്ച് കുഴച്ച് തിന്നുക എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞ അത്തുള്ളയുടെ കടയിൽ പുട്ട് വാങ്ങിക്കാൻ വരുന്ന ഏക വ്യക്തി ഇയാളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് പുട്ടെന്നാണ്. അയാളുടെ പേര് അയാൾക്ക് തന്നെ ഓർമ്മയില്ല. കാര്യം പുട്ടെന്ന് വിളിച്ച് ഉമ്മ വരെ വീട്ടിൽ പുട്ടെന്ന് വിളിച്ച് പുട്ടെന്നാണ് അറിയപ്പെടുക. പുട്ടിനെ ഏർപ്പാടാക്കി ഒരു കാരൻ. ചാലയിലെ ഒരു കച്ചവടക്കാരനായിരുന്നു, അതല്പം മുണ്ടിയാണ്. അയാളുടെ കയ്യിൽ ഒരു കാറുണ്ടായിരുന്നു, അംബാസഡർ ലാൻഡ് മാസ്റ്റർ, ഒന്ന് നീല കാർ. അയാൾ ഈ കാർ വെച്ച് പിണ്ടം വന്നിരിക്കുകയാണ്, പണിത്. അപ്പം ആർക്കെങ്കിലും അത് വിൽക്കണം. അങ്ങനെ പുട്ട് അയാളുടെ വാക്സാമർത്ഥ്യം കൊണ്ട് വില്ലനായ റഷീദിനെ തോൽപ്പിച്ച് റഷീദിന് ഈ കാറ് വിൽക്കും. അങ്ങനെ ലാൻഡ് മാസ്റ്റർ വാങ്ങിക്കും. ഈ ലാൻഡ് മാസ്റ്റർ വാങ്ങിച്ച് അബ്ദുൾ റഷീദ് എന്ത് ചെയ്യും, വാട്ടർ വർക്സിൻ്റെ കാമ്പൗണ്ടിൽ കൊണ്ടിടും. ജോലിക്ക് പോകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവിടുത്തെ വികലാംഗരെയൊക്കെ ഈ കാറിൽ കയറ്റി ഈസ്റ്റ് ബോട്ടിലും മറ്റും ഇറക്കേണ്ട സ്ഥലത്ത് ഇറക്കി. അന്ന് ആ കാമ്പൗണ്ടിനകത്ത് 2 കാറേ ഉള്ളൂ. ഒന്ന് ചെയർമാൻ്റെ കാറ്, ഒന്ന് ഇയാളുടെ കാർ, ഓഫീസിലെ നല്ല ഉദ്യോഗസ്ഥൻ. ഇതൊരു വലിയ ശല്യമായി അവിടെ വലിയ വരക്കപ്പാട്ടായി നോക്കൂ. പിയൂണായ റഷീദിനുള്ള തൊഴിലാളി സ്നേഹം. അയാൾ വികലാംഗരെ പ്രത്യേകിച്ച് കാറിൽ കയറ്റിക്കൊണ്ടു. ചെയർമാൻ ഒറ്റ ആളെ കയറ്റുന്നില്ല. ചെയർമാൻ ദേശീയമൊത്തൊരു ബോർഡിട്ട്, അനധികൃതമായി വാഹനം കാമ്പൗണ്ടിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ റഷീദിൻ്റെ വാഹനം കാമ്പൗണ്ടിൽ കയറുന്നത് നിർത്തിയാണ് അയാളുടെ ചൊറി. അങ്ങനെ ഇരിക്കവേ റഷീദിൻ്റെ ഒരു മോഹം, കാറ് കൊണ്ട് വരുമാനം ഉണ്ടാക്കിയാലോ.
ഈ കാറ് അങ്ങനെ വരുമാനമുണ്ടാക്കത്തക്ക കാറോ എന്ന് ചോദിച്ചാൽ അല്ല. നല്ല ഇഷ്ടമുള്ള കാറാണ്. പാപം ഭാര്യയെ കയറ്റി അങ്ങുമിങ്ങും കറങ്ങും, ഓഫീസിൽ പോകും, ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ടിടും, എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഇരുന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ടയർ തേഞ്ഞു. ടയർ മാറ്റണം. കല്യാണത്തിന് ആഡംബരമായി ചിലവാക്കി കാശൊക്കെ തീർന്ന് കുറേ കടമൊക്കെ വാങ്ങിച്ചു. കടം വാങ്ങിച്ചാൽ ഒരു പ്രശ്നമുണ്ട്, തിരിച്ചു കൊടുക്കില്ല. റഷീദിന് കടം കൊടുക്കുകയാണെങ്കിൽ അത് അറിഞ്ഞങ്ങ് കൊടുക്കുക. അതായത് കടം വാങ്ങിച്ചാൽ പറയുന്നത് മരിച്ചു പിരിയാമാണ് റഷീദിൻ്റെ ഒരു സ്ഥിരം വാക്കാണ്. ആരുമായിട്ട് പരിചയപ്പെട്ടാലും ആരുമായി കടം വാങ്ങിച്ചാലും മരിച്ചു പിരിയും. അതല്ല, ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അത് ആ ഒരു രീതി അവസാനിക്കുക. മരിച്ചു പിരിയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അത്തറഷിക്ക് കടം കൊടുക്കുന്നത്. അങ്ങനെ കടം വാങ്ങിക്കാൻ നിർവാഹമില്ല. അപ്പം റഷീദ് ആലോചിച്ചു, ഈ കാറ് വിറ്റിട്ട് ഇതിനേക്കാളും അല്പം കുറഞ്ഞ വിലയ്ക്കൊരു കാറും ഒരു ഓട്ടോറിക്ഷയും വാങ്ങിക്കുക. ആട്ടയും ഓടും, കാറ് ഓടും. കാർ ഓടാത്തപ്പോൾ തനിക്കെടുത്ത് ഓടാം. അങ്ങനെ ഒരു ടാക്സി കാറും ലൂർദ് മാത എന്ന പേരുള്ള ഒരു ആട്ടോയും. അതായത് തിരുവനന്തപുരം സിറ്റിയിൽ ആട്ടോ എന്ന സാധനം ആദ്യമായി ഇറങ്ങിയത് ഈ ലൂർദ് മാതയാണ്. എല്ലാം പോയി അതിൻ്റെ എങ്ങനെയെങ്കിലും തലയ്ക്ക് വെച്ച് കെട്ടാൻ നിന്നാണ്. ഇതിൻ്റെയും ബ്രോക്കർ നമ്മുടെ പുട്ടാണ്. പുട്ടിന് കോളാണ് ഇതൊക്കെ. ഇത് നല്ല കമ്മീഷൻ കിട്ടുമേ. പുട്ടങ്ങനെ ഈ ലൂർദ് മാതയും, അതിന് മറ്റൊരു വിളിപ്പേരുണ്ട്, കിളവി. ആട്ടോ വരുമ്പോൾ പറയും ഇതാ കിളവി വരുന്നു എന്ന് ആളുകൾ പറയും. ലൂർദ് മാത കിളവി ഒരു ടാക്സി. ഈ ടാക്സിയെ പൂജപ്പുരയുള്ള ഒരു ഡ്രൈവറെ ഏൽപ്പിച്ചു. അയാൾ ഈ കാറും കൊണ്ടൊറ്റ പോക്ക്. 2 മാസത്തേക്ക് റഷ്യയെ കാണാനേ വന്നില്ല, കാശും കൊടുത്തില്ല. ഇയാൾ അന്വേഷിക്കുമ്പോൾ അവിടെ കാണില്ല, കാറും കാണില്ല, ആളും കാണില്ല. അപ്പം ഈ ഓട്ടോറിക്ഷയെ ദിൽബാർ എന്നൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ദിൽബാറിനെ ഏൽപ്പിച്ചു. ദിൽബാർ അതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പണി, ഒരു പണിയും ദിൽദാർ ചെയ്യില്ല, പക്ഷേ 24 മണിക്കൂർ എൻഗേജ്ഡാണ്. എല്ലാവർക്കും സാധനം വാങ്ങിച്ചു കൊടുക്കുക, അത് ഇത് ചപ്പ. നല്ല കാശ് കിട്ടണം. നല്ല കാശ് എന്ന് വെച്ചാൽ ദിൽബാറിന് ആവശ്യമായ കാശ്. അങ്ങനെ ദിൽദാറിനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച്, ഡ്രൈവിംഗ് കുറേയൊക്കെ പഠിച്ചിരുന്നു ആട്ടോ ഓടിക്കാൻ, ദിൽബാറിനെ ഏൽപ്പിച്ചു. ദിൽബാർ ആകുമ്പോഴത്തേക്കും കുറച്ച് പൈസയൊക്കെ കൊടുക്കും, 10-20 രൂപയൊക്കെ കൊണ്ട് കൊടുക്കും. ആട്ടോ കൊണ്ട് ഒതുക്കുകയും ചെയ്യും. ടാക്സി കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ ടാക്സി ഡ്രൈവർ ഏൽപ്പിച്ച പുട്ടിനെ തൂക്കിയെടുത്ത് ലൂർദ് മാതായിൽ കയറ്റി നേരെ പൂജപ്പുരയിൽ പോയി. 6 മണി ആയി കാണും. ഡ്രൈവറും ഇല്ല, ടാക്സിയും ഇല്ല. ഇനി ഇയാളെ കണ്ടിട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ ടാക്സിയും ഡ്രൈവറെയും കാത്തിരിക്കുക. ടാക്സിയും ഡ്രൈവറും വന്നു താക്കോല് ചോദിച്ചു. അല്പം മടിയോടുകൂടിയാണെങ്കിൽ താക്കോല് കൊടുത്തു. ടാക്സി ഓടിച്ച് നേരെ കൊണ്ടുവന്ന് റോഡിൽ, ഷെഡില്ല, റോഡിൽ കൊണ്ടിട്ടു. അന്ന് റോഡ് വിശാലമായ റോഡാണ്, ട്രാഫിക്കൊന്നുമില്ല. ലൂർദ് മാത ഓടി കിളവിയാണെങ്കിലും 10-20 രൂപ കൊണ്ട് കൊടുക്കും. അങ്ങനെ ഇരിക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പാരമ്യതയിലേക്ക് പോയി. ഇതിനിടയ്ക്ക് ലൂർദ് മാതയുടെ ടോപ്പ്, റെക്സിൻ കൊണ്ടുള്ള ടോപ്പ് ഒന്ന് കീറി. റഷീദ് എന്ത് ചെയ്തു? എൻ്റെ വണ്ടിയിൽ വെക്കുന്നത് ഏറ്റവും കൂടിയ ടോപ്പായിരിക്കും, ഞാൻ മഹാനാണ്, എൻ്റേതൊക്കെ നന്നായിരിക്കണം, എൻ്റേതൊക്കെ അങ്ങേയറ്റം വിലപിടിപ്പുള്ളതാണെന്നാണ് ഒക്കെ ധാരണ. കാറ് വിറ്റപ്പോഴും പുട്ടിനെ ശരിക്കും വിലക്ക് വെച്ചു. കാര്യം പറയുന്ന വിലക്കൊന്നും കൊടുക്കൂല. അവസാനം പുട്ട് പറഞ്ഞു, വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വിലയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ പിടിക്കേണ്ടത് മറ്റാരെങ്കിലും നോക്കും. അങ്ങനെയാണ് ലാൻഡ് മാസ്റ്റർ കൈയൊഴിഞ്ഞു പോയത്. അത് ആക്ടോ ഈ ടാക്സിയുമായി വെച്ച് കൈമാറുക. അങ്ങനെ പുട്ടിനെ വിളിച്ചു പറഞ്ഞു, ഈ ടാക്സി നമുക്ക് കൊടുത്തുകളെ, വെറുതെ കിടക്കുക, ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. സർക്കാരിൻ്റെ ശമ്പളം ഉണ്ടെങ്കിലും അതൊന്നും റഷീദിന് തികയില്ല. പെരുംജീരകം എന്നും മണക്കണം. കാശുണ്ടെങ്കിൽ നല്ല വസ്ത്രം, നല്ല ആഹാരം, മദ്യപിക്കില്ല, പുകവലിക്കും. അങ്ങനെ ടാക്സിക്കാർ വിൽക്കും.
ഈ വിറ്റ കാശ് കൊണ്ട് മദിരാശിയിലേക്ക് ഇത് ടോപ്പ് വാങ്ങിക്കാം. അന്നത്തെ കണക്കനുസരിച്ച് ടോപ്പിൻ്റെ വില 300 രൂപയായിരുന്നു. മേസ്ത്രി പറഞ്ഞു 300 രൂപയ്ക്ക് ടോപ്പ് വാങ്ങിച്ചാൽ ഞാൻ എല്ലാം കൂടി ചേർത്ത് അടിച്ചു തരാം, 300 രൂപ തന്നാൽ മതി. പറ്റില്ല, ഇത് ഞാൻ നല്ല ടാപ്പ് മദിരാശിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടു. അതിന് യാത്രയ്ക്ക് വേണ്ടി ഒരു കാരണം കണ്ടെത്തി മദിരാശിയിലേക്ക് ഭാര്യാസമേതം പോയി. 1000 ലൈറ്റ്സ് എന്നാണ് ഈ ആട്ടോയുടെ സാധനം വിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ പോയി വാങ്ങിച്ച്, ഈ ബർമ ബസാർ എന്ന ബസാറുണ്ട് അവിടെ, ഈ സാരിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ്. അവിടെ പോയി ഭാര്യയ്ക്ക് ആവശ്യമായിട്ട് സാധനമൊക്കെ വാങ്ങിച്ച് ഏകദേശം ഒരു 3000-ഓളം രൂപ. അതൊക്കെ രൂപയ്ക്ക് ഭയങ്കര വിലയുള്ള കാലഘട്ടമാണ്. 300 രൂപയ്ക്ക് ടോപ്പ് കിട്ടുന്ന കാലമാണ്. 1000 രൂപ കൊടുത്താൽ ടോപ്പ് വാങ്ങിച്ചത്. ബാക്കി 2000 രൂപ അഡീഷണലായി ചിലവായി, യാത്രാ ചിലവ് ഉൾപ്പെടെ 38 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ്. അപ്പോൾ നോക്കിക്കോളൂ, 3000 രൂപ ചിലവാക്കി ടോപ്പ് അടിച്ചു. ലൂർദ് മാതയെ ഭംഗിയാക്കി. ലൂർദ് മാത ഓടിക്കൊണ്ടേ. ലൂർദ് മാത വയസ്സായതുകൊണ്ട് ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങി. ആദ്യം ശ്വാസം മുട്ട്, പിന്നെ കരൾ വേദന, പിന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ടായി, പിന്നെ ബ്രേക്ക് ഡൗൺ ആയി. ദിൽബാറിനും മതിയായി, ഈ വണ്ടി വെച്ച് ഓടിക്കാൻ പറ്റില്ല. സവാരി എടുത്ത് വഴിക്ക് വെച്ചത് നിന്നു പോവും ആളുകൾ, പള്ളോ പള്ളു. അതുകൊണ്ട് ദിൽബാർ നല്ലൊരു വണ്ടി നോക്കി മാറി. ഓടിക്കാനും ആരുമില്ല. അതുകൊണ്ട് വീണ്ടും പുട്ടിനെ വിളിക്കുകയാണ്. പുട്ടിനോട് പറഞ്ഞു, ഒരു രക്ഷയുമില്ല, ഇത് നമുക്കങ്ങ് വിൽക്കാം. അങ്ങനെ ഒരു പാർട്ടിയെ കണ്ടെത്തി വിൽക്കാൻ പോയി. വില സമ്മതിച്ച് വിറ്റു. വിറ്റിട്ടിറങ്ങാൻ നേരത്ത് അവിടെ ഒരു സൈക്കിൾ ഇരിക്കുന്നത് കണ്ടു. അത്ര അപ്പം സമ്മതിച്ചേ ഉള്ളൂ, വില അങ്ങോട്ട് പോയി സമ്മതിച്ചേ ഉള്ളൂ. വണ്ടി കൊടുത്തില്ല, റെക്കോർഡ് കൈമാറിയില്ല. റഷീദ് തിരിച്ചു വന്ന് അയാളോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം കൊണ്ട് ആ സൈക്കിൾ കൂടെ എനിക്ക് വേണം, അതിൻ്റെ വിലയായി, എങ്കിലേ കച്ചവടം നടക്കും. അയാൾക്കവിടെ ആ സൈക്കിൾ ആവശ്യമില്ലാതിരിക്കുകയാണ്. അങ്ങനെ സൈക്കിൾ കൊടുത്തു. എന്നിട്ട് ഈ സൈക്കിള് വീട്ടിനകത്ത് കയറ്റാൻ വെക്കില്ല, രാത്രിയാകുമ്പോൾ പുറത്താണ് വയ്ക്കുക. ചങ്ങലയൊക്കെയിട്ട് പൂട്ടി വയ്ക്കും. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ചങ്ങലയോടുകൂടി സൈക്കിൾ ആരോ ഏതോ വണ്ടിയിൽ കയറ്റി കൊണ്ടുവയ്ക്കാം. ഞാൻ പറയുന്നത് 22 സെൻറ്റ് സ്ഥലം വിറ്റ് രൊക്കം കാശ് വാങ്ങിച്ച് അത് ലാൻഡ് മാസ്റ്ററായി, അത് പിന്നീട് ടാക്സിയും ആട്ടോയുമായി, പിന്നീട് അത് സൈക്കിളായി, സൈക്കിള് മോഷണം പോവുകയും ചെയ്തു. ഇത് റഷീദിൻ്റെ ഭാര്യ അടുക്കി പറഞ്ഞ് വഴക്ക് പറയുന്ന കാര്യമാണ്. എൻ്റെ 22 സെൻറ്റ് കട്ടക്കാൽ സൈക്കിളായി നിങ്ങൾ മോഷണത്തിൽ കൊടുത്തു. ഇന്നത്തേക്ക് ഇത്രയുമാകാം. മറ്റൊരു അധ്യായത്തിൽ ഇതുപോലെ രസകരമായ ഒരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.